കണ്ണൂർ കണ്ണപുരത്തെ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന്. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഗുണ്ട് പോലുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജു പറഞ്ഞു. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചത്. ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിൻ്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അനൂപാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത്. അയാൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഇപ്പം നമ്മൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മറ്റ് അറസ്റ്റും കൂടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയും. പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമെന്ന് CPIM ആരോപിച്ചു. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ വളരെ അടുത്ത ആളാണല്ലോ. ഈ അനൂപ് എന്ന് പറയുന്ന ആൾ, ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണ് ഉള്ളത്, അല്ല പുറത്തെവിടെയെങ്കിലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പരിശോധിച്ചോ? അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇത്തരമൊരു കേന്ദ്രത്തിൽ വന്നിട്ട് നേരെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് അങ്ങേയറ്റം അനുചിതമാണ്. പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജെന്യൂനാണ്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. അനൂപ് ആർക്ക് വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഒരു പ്രാഥമിക വിവരശേഖരണമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു. പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ എങ്ങനെയാണ്? നേരത്തെയും ഈ പ്രതിയായിട്ടുള്ള അനൂപ് സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ പ്രതിയാണ് എന്നുള്ളത് പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്താണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം, അരുൺ പൂപ്പറമ്പ? ഇത് നിലവിൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ അന്വേഷണം നടന്നത്. കമ്മീഷണർ അല്പസം മുമ്പാണ് പരിശോധനകൾ പൂർത്തീകരിച്ച് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വന്നത്. കമ്മീഷണർ പറഞ്ഞത് ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മുഹമ്മദ് ആഷാം എന്നതാണ് പേര്. മുഹമ്മദ് ആഷാം ഇവിടെ ഈ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ആളാണ് എന്നതാണ് കമ്മീഷണർ പറയുന്നത്. ഇത് ഈ വാടക വീട് എടുത്തു നൽകുകയും ഇതിനെല്ലാം നേതൃത്വം നൽകുകയും ചെയ്തത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിയാണ്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ എന്തായാലും നടത്തി വരുന്നത്. വാടക വീട്ട് എടുത്ത്, അനൂപ് മാലിക് എന്നാണ് അയാളുടെ പേര്. അയാൾ വാടക വീട് എടുത്ത് അതിനുശേഷം ഇത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നതാണ് പറയുന്നത്. അതിന് ലൈസൻസ് ഇല്ല, അനുമതിയില്ല എന്നും പറയുന്നുണ്ട്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം പറയുന്നത് ഈ ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ തരത്തിലുള്ള ഗുണ്ടുകൾ, അതായത് നല്ല സ്ഫോടക ശേഷിയുള്ള വലിയ ഗുണ്ടുകളാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഒരു ഈ ബോംബ്, മെറ്റൽ അത്തരത്തിലുള്ള അതിൻ്റെ സാന്നിധ്യം നിലവിൽ അവിടുത്തെ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. അതിൻ്റെ ആഘാതം ആ വീട്ടിൽ മാത്രമല്ല, ആ വീട് പൂർണ്ണമായി തകർന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോലെ തകർന്ന് തരിപ്പണമായ നിലയിലാണുള്ളത്. അങ്ങനെ ആ വീടിൻ്റെ ഈ മുകൾ ഭാഗമെല്ലാം ഇടിഞ്ഞു വീണ് അതിനടിയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായത്. മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ആളുടെ മൃതദേഹം ഉണ്ടായത്. കൂടുതൽ ആൾക്കാരുണ്ടോ എന്നതിൽ ഒരു പരിശോധന, അവസാനഘട്ട പരിശോധന കൂടി നടത്തുന്നുണ്ട്. JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വീണിട്ടുള്ള മണ്ണും കല്ലുകളൊക്കെ നീക്കിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അനൂപ് മാലിക്കിൻ്റെ പശ്ചാത്തലം ആണ് ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതിൽ ഇപ്പോൾ റീജി സൂചിപ്പിച്ചതുപോലെ 2016 പുഴാതിയിൽ നടന്ന വീട്ടിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു.
കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിലെ പ്രതിയാണ്. അന്ന് അനൂപ് മാലിക്കിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മറ്റും ചില 2 അല്ലാതെയുള്ള എക്സ്പ്ലോസീവ് കേസുകൾ, അനുമതിയില്ലാതെ അനധികൃതമായി പടക്കം നിർമ്മിച്ച മറ്റു 2 കേസുകൾ കൂടി ഈ അനൂപ് മാലിക്കിന്റെ പേരിലുണ്ട്. വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ വീട് പൂർണ്ണമായി തകർന്നു പോകുന്ന നിലയിലേക്കാണ് പൊട്ടിത്തെറി ഉണ്ടായത്. എന്താണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇത് പടക്കമാണോ അതോ ഇനി ബോംബ് നിർമ്മാണമാണോ? അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മറ്റൊന്ന്, ഈ CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. ഈ പ്രതിക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നു. DCC അധ്യക്ഷനും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അരുൺ പൂപ്പറമ്പ്. ഇതിൽ ഇപ്പോൾ റിജിത്ത് സൂചിപ്പിച്ച പോലെ ഈ അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. ഇയാൾ എന്തിനാണ് ഈ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ വാടക വീടെടുത്ത് അവിടെ ഇത് കൈകാര്യം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സൂക്ഷിക്കുകയും ചെയ്തത്? അത് വലിയ അളവിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ വീടിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പുലർച്ചയ്ക്ക് സ്ഫോടനമുണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ ആഘാതം സമീപ പ്രദേശത്തെ തന്നെ മറ്റു വീടുകളിലേക്കും അതേറ്റത്. തൊട്ട് താഴെയുള്ള ഏകദേശം ഒരു 50 മീറ്റർ താഴെയുള്ള 2 വീടുകളിൽ അതിൻ്റെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ അളവിൽ എന്തിനാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത്? ഇപ്പോൾ നമുക്കറിയാം, അതൊരു ഉത്സവകാലം ഒന്നുമല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് എന്തിനാണ്? അതാണ് ഈ അനൂപ് മാലിക്കിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ച് വരുന്നത്. ഇതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി അല്പസമയം മുമ്പ് CPIM ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. അതിൽ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് ഈ അനൂപ് മാലിക്കിന് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്, അയാൾ കോൺഗ്രസ്സുകാരനാണ്. നേരത്തെ ഈ പുഴാതിയിൽ സ്ഫോടനം നടന്നപ്പോൾ, വീട്ടിൽ സ്ഫോടനം നടന്നപ്പോൾ അന്ന് തന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ ആ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അനൂപ് മാലിക്ക് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതേ ആരോപണം ഇപ്പോൾ CPIM ആവർത്തിക്കുകയാണ്. എന്നാൽ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമില്ല, ഇത് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അരുൺ പൂപ്പറമ്പയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1 വർഷത്തിലധികമായി വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീടാണ്. ഗോവിന്ദൻ എന്നൊരാളുടെ പേരിലാണ് ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത്. 1 വർഷം മുമ്പ് അനൂപ് എന്നയാൾക്ക് വീട് വാടകയ്ക്ക് നൽകിയെന്നാണ് വീട്ടുടമയുടെ ഭാര്യ ദേവി 24-നോട് പറഞ്ഞത്. അത് കേൾക്കാം. അവർ ഒരാൾ പയ്യന്നൂരിൽ ഇങ്ങനെ എന്തോ പാർട്സിന്റെ എന്തോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബിസിനസ് കണക്കാൻ എല്ലാ ഷോപ്പിലും കൊടുക്കലാണ് ജോലി എന്നാണ് അവർ പറഞ്ഞത്. സാധാരണ നമ്മളൊരു ഇഗ്രിമെന്റും കാര്യം ആക്കലില്ല. നമ്മൾ ആ വീടൊന്ന് നിന്നോട്ടെ, വീടൊന്ന് വൃത്തിയാകുമല്ലോ എന്ന് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞു നമ്മളിങ്ങനെ വീട് ഒയ്യുന്നു മാഷേ, പിന്നെ എന്തിനാണ് ഇഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇഗ്രിമെന്റ് ആക്കായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരാതിയൊന്നുമില്ല അവിടെ നിൽക്കുന്ന ആൾക്കാർ പറ്റിയിട്ട്. നമ്മൾ ആ വേനലിലൊന്നും വീട്ടിലൊന്നും നോക്കിനായിരുന്നു, ഒന്നുമില്ല, ഒരു സംഭവം അതിനുള്ളിലില്ല, ഒരു വൃത്തികേടില്ല.